ചെമ്മീൻ കറി കാണുമ്പോ വായില് 5-6 കപ്പലോടിക്കാനില്ല വെള്ളം വരുന്നുണ്ടമ്മ. കൊറേ ദിവസമായില്ലേ വറുത്തരച്ച ചെമ്മീൻ കറി കൂട്ടാത്ത. അമ്മേ അല്ലേ ഗുസേ, നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങക്ക് തിന്നാനാവൂല, ചെമ്മീനാന്ന്. പൂച്ച പട്ടിണിയായിന്ന്. അമ്മ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെറുതും അല്ല വലുതും അല്ല, ഒരിടത്തരം ചെമ്മീൻ. ഇന്ന് നീ പട്ടിണിയാന്നല്ല. എനിക്കില്ല, തിന്നാല് നീ കാറിപ്പോ. ചെറുതല്ല അല്ല മോശമില്ല, കുറച്ച് വലുതന്നെ. ഇടത്തരം ചെമ്മീൻ. കൊറേ നാളായില്ലേ ചെമ്മീൻ കിട്ടീട്ട്. എന്നാക്കുന്നു? ഞാൻ കപ്പൊക്കെ മുറിച്ചിട്ടിരുന്നേ, പരിപ്പും കപ്പയ്ക്കും മക്കായി അരിച്ചിട്ട്. നല്ല കറിയല്ലേ. അപ്പൊ ഇതെന്തെങ്കിലും റോസ്റ്റ് പോലെ ഇട്ടാക്കാം. ഞാൻ വറുത്തരച്ച് കറി വെക്കാന്നാ വിചാരിച്ച്. എന്നാ കുറച്ചിങ്ങനെ ചാറ് പോലെ ആവൂലോ വൈകുന്നേരത്തേക്കും കൂടി. വേണ്ടല്ലേ. തേങ്ങേന്റെ ഒരു പ്രശ്നമായിട്ടും. ചില സ്ഥലത്ത് തീയല് എന്നുള്ള പറയും അമ്മേന്, വറുത്തരച്ച് കറി വെക്കുന്നതിനാ ചെമ്മീൻ തീയല്. നമ്മ ചെമ്മീൻ വറുത്തരച്ച് കറി വെച്ചു എന്ന് പറയും. എന്നാച്ചാ നമുക്ക് നോക്കിട്ട് ചെയ്യാം അല്ലേ. അമ്മ പുതിയ മോഡലിലാന്നല്ല നിങ്ങൾ മുറിക്കുന്നത്. ഇങ്ങനെ മുറിച്ചാലേ പിന്നെ ചളിയെല്ലാം നമുക്ക് വൃത്തിയിൽ ഇങ്ങോട്ട് കിട്ടും. അതിന്റെ പുറം അടക്കം ഇങ്ങനെ മുറിഞ്ഞു വരും അല്ലേ. അപ്പൊ അതിങ്ങനെ നാരിങ്ങനെ ആയിരുന്നു, ഇങ്ങനെ എടുക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഒന്നും കൂടി കാണിച്ചു തരാ. ചിലവരെല്ലാം ഇങ്ങനെ മുറിക്കുന്നുണ്ടാവും. ഞാനിങ്ങനെ തോല് പൊളിച്ച് കളഞ്ഞിട്ട് ലാസ്റ്റ് കത്തി കൊണ്ട് കീറിയിട്ട് കളയലാണ്. പിന്നെ ആദ്യ പണിയല്ലേ ഇതാകുമ്പോ ഇതിൽ തന്നെ നമുക്ക് കഴിഞ്ഞില്ലതാ. പുറത്തേക്കൂടെ ഇങ്ങനെ പൊളക്ക, ഇതിങ്ങനെ എടുക്ക. ചളി ഓരോന്നിനും ഭയങ്കര ചളിയുണ്ട്. ഓരോന്നിനും നല്ല പച്ച പോലെ ഉണ്ടാവും. വാലിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. രണ്ടാമത് പണി എടുക്കണ്ട അല്ലേ. നന്നായി, അടിപൊളി. അപ്പൊ ഇതുവരെ ചെമ്മീൻ ഇങ്ങനെ ചൂളി കുരുവിട്ട് ഓടിപ്പോയ വരെയുണ്ട് കാണുമ്പോൾ. അപ്പൊ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. എളുപ്പമാണ് ചെമ്മീൻ വൃത്തിയാക്കാൻ വേണ്ടിച്ചമ്മ. ഒരാള് ഇടുന്ന അമ്മേനെ മുറിക്കാനൊന്നും വിടുന്നില്ല കേട്ടാ. ചെമ്മീൻ കൊടുക്കാൻ പറ്റൂല, പൂച്ചക്ക് വയറ്റ് പറ്റൂല. ചെമ്മീൻ ഇങ്ങനെ ഞണ്ട് പോലെ വലിയ സാധനം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മയായിരുന്നു ചെമ്മീൻ നന്നാക്കുന്നുണ്ട്. നമുക്കപ്പോൾ പരിപ്പും കപ്പക്കയും കറീൻ്റെ പരിപാടി നോക്കാം. കപ്പക്ക പറഞ്ഞാൽ പപ്പായ, ഇവിടെ കപ്പക്ക എന്നാ പറയല്. പരിപ്പും കപ്പക്കയും കൂടിയിട്ട് തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്, നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പക്ക ഇതാ ഈ ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്താ ഇത് നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒന്നിച്ച് തന്നെ വേവിച്ചാൽ മതി. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പക്കയാണ്. ഒരു കപ്പക്ക, ഒരു ചെറിയൊരു കപ്പക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ചും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, പരിപ്പ് അടി പിടിക്കാൻ പാടില്ല, അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. 2 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. ഇതൊന്ന് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലെ തേങ്ങയെല്ലാം ഒന്ന് ചിരകി റെഡിയാക്കാം. അപ്പോൾ പരിപ്പും കപ്പക്കയും കറിക്കില്ലേ തേങ്ങയുടെ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങേന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു കൊടുക്കാം. പിന്നെ 2 ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജീരകം കൂടി വേണം. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മളെ കുക്കർ 2 വിസിലടിച്ചിട്ട് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. എയറെല്ലാം പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോയിട്ടുണ്ട്. നമുക്ക് ഒന്ന് തുറന്നു നോക്കാം.
പരിപ്പും കപ്പക്കെല്ലാം വെന്തിട്ടുണ്ട്. ലേഗട്ടി വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ ലേഗൂസ് ചെല്ലിന്നുള്ളത്. ചെല്ലിനുള്ളി തേങ്ങ ഒഴിച്ചു കരിയാൻ കുറച്ചുകൊണ്ടൊന്നു. അതെ, നല്ലോണം പറ്റാതിരിക്കും. എനിക്ക് തേങ്ങയുടെ കൂടി തിളക്കുമ്പോൾ തന്നെ പരിപ്പ് വേഗം പോകുന്നുണ്ടല്ലോ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അമ്മ. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിന്. ഇനി നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്ക്. കറി പാട് കണ്ടിട്ട് ഇത്രയും കറി വെക്കുന്ന രണ്ട് വീട്ടിലേക്കുള്ള കറികളാണ്. ആവശ്യത്തിന്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ കുറച്ച് ഇട്ടതേ ഇല്ലു. എന്നുവെച്ചാല് കല്ലുപ്പ് തീർന്നായി, വാങ്ങണത്രേ. അല്ലെങ്കിൽ അപ്പം കല്ലുപ്പനിടയില് രണ്ടും വാങ്ങി വെക്കും. അപ്പൊ കല്ലുപ്പ വേഗം തീരുന്നു. അതെ, അതല്ല നമ്മൾ കൂടുതലും കറിയിൽ ചേർക്കുന്നത്. അപ്പൊ ഒന്ന് തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടുവും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ, കടുക്, അമ്മ ഗ്യാസിന്റെ കോലം നോക്കിയേ. കടുക് പൊട്ടിയിട്ടല്ലേ ഞാൻ പൊട്ടി തുടച്ചു കണ്ടിപ്പോ നല്ല ഡിസൈൻ വന്നില്ലേ. ഇപ്പൊ വെള്ളം തെറ്റല്ലേ മൊത്തം. ഇനി നമുക്ക് നേരെ നമ്മളെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് കറി റെഡി. ഇനി നമ്മളെ ചെമ്മീൻ വറുത്തരച്ച കറിയും കൂടി റെഡി ആയാല് ചോറ് കഴിക്കാല്ലേ. ഇനി നമുക്ക് ചെമ്മീൻ കറി ആക്കാൻ അതിന്റെ പരിപാടി നോക്കാം. ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഉള്ളി പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടില്ലേ കേട്ടാ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പില. ഉള്ളി ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം നല്ലപോലെ വഴണ്ട് സെറ്റായി കിട്ടും. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒന്ന് ഇതിന്റെ വെള്ളപ്പറ്റലൊന്ന് മാറിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളി എല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള അരവെല്ലാം നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച നമ്മളെ ചെമ്മീൻ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഉപ്പ് നമ്മൾ വഴറ്റുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. തേങ്ങ വറുക്കുന്നത് വെള്ളമെല്ലാം വറ്റി കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇതും കൂടി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സാദാ ജീരകം അതൊന്ന് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി കുറച്ച് നമ്മ ചെമ്മീനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി വേണം. കുരുമുളക് മുതുമനായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തണിഞ്ഞതിന് ശേഷം നമുക്ക് അരച്ചിട്ട് അരപ്പ് നമ്മളെ ചെമ്മീനിൽ ചേർത്ത് കൊടുക്കാം. എന്റെ ലേഗൂസിന് ഇന്ന് ഒരേ മീൻ മുറിക്കൽ തന്നെ പണിയല്ലേ ലേഗൂസേ? എല്ലാം അങ്ങനത്തെ മീൻ, ഒന്നില് ചെമ്മീനും അങ്ങനത്തെ തന്നെ. ഇപ്പൊ ലാച്ച കൊണ്ടുവന്ന നത്തലും അങ്ങനെ. ഇതിപ്പോ ആക്കുന്നില്ല, മുറിച്ച് വെക്കാൻ വേണ്ടിട്ടാണ്. മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ട് എന്നാല് പിന്നെ അത് കറി വെക്കലും ഉണ്ട്. പിന്നെ അത് മുറിക്കല് പിന്നെ ഒരു പണിയായിരിക്കും. മുറിച്ച് കഴുകിയിട്ട് വെക്കാൻ വെച്ചിട്ട്. നല്ല ചോന്ന നത്തലാണ്, നല്ല ടേസ്റ്റ് ആണ് ഇതാക്കി കഴിഞ്ഞാല്. ഇയാൾക്ക് സമാധാനായല്ലോ മീൻ തലയെ തിന്നാൻ കിട്ടിയല്ല. മറ്റേ ചെമ്മീന്റെ തലയൊന്നും തിന്നാൻ പറ്റിയില്ല. എന്നാലും കള്ളി ഓരോന്നെല്ലാം എടുത്ത് തിന്നിനും തോന്നല്ലോ മേ. ഏയ് തേങ്ങ വറുത്തത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ തേങ്ങ ഇതാ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ചേർക്കുന്നതാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ അരഞ്ഞ് എണ്ണ തെളിഞ്ഞ് ഇങ്ങനെ വരും. ഫ്രൈ പാനിലല്ലേ വറുത്തിന്, കുറച്ച് മാത്രമേ എണ്ണ ചേർത്ത് കൊടുത്തിട്ടു. പിന്നെ ഇത് വഴറ്റാനും എണ്ണ ചേർത്തിനല്ല, അപ്പൊ എണ്ണ എത്ര മതിയെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ജാറ് ഒന്ന് കുലുക്കി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പുളി ചേർക്കുന്നവർക്ക് ഒരു നുള്ള പുളി ചേർത്ത് കൊടുക്കാം. തക്കാളിന്റെ പുളി തന്നെ ഉണ്ടാവും, അതന്നെ മതിയാവും. നല്ല മണം വരുന്നുണ്ട്. അമ്മ മണം പിടിച്ച എന്റെ കറിയുടെ ടേസ്റ്റ് പോവും. നിങ്ങ പണ്ട് നമ്മളോട് പറയില്ലേ, മണം പിടിച്ച് എന്റെ കറിന്റെ ടേസ്റ്റ് പോയിന്ന്. വെറുതെ പറഞ്ഞാന്നപ്പാ. നല്ല അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം ചോദിക്കും, കാരപ്പൻ ചൂടുന്നുണ്ടല്ലേ? ആ വെറുതെ പറഞ്ഞാന്നോടോ. അപ്പൊ ഇതാ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല കുറുകിയ കട്ടിച്ചാറോട് കൂടിയ ചെമ്മീൻ കറി. തീ ഓഫായി കൊടുക്ക. പരിപ്പ് കറിയതാ നല്ല കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ കറിയോട്ട
ചെമ്മീൻ കറി കാണുമ്പോ തന്നെ വായില് 5-6 കപ്പലോടിക്കാനില്ല വെള്ളം വരുന്നുണ്ടമ്മ. കൊറേ ദിവസമായില്ലേ വറുത്തരച്ച ചെമ്മീൻ കറി കൂട്ടാത്ത. അപ്പൊ നമ്മ ചോറേക്കലായേ. ഇത് നമ്മളെ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടിയ 2 പാത്രമാണ് കേട്ടോ. ഇവിടെ പണ്ട് അച്ഛനുണ്ടാകുമ്പോ ഉള്ള കോപ്പിയാണത്. പൊളിയന്നെയാണ്. നല്ല പൊളിയുള്ള പാത്രമാണ്. പരിപ്പറി നല്ല കുറുകി നല്ല കട്ടിയായില്ലമ്മ. എടുക്ക്. പിന്നെ രാവിലെ ആകുമ്പോ ദോശക്കാക്കിയ പയറുകറിയും കൂടി ഉണ്ട് കേട്ടാ. അമ്മ ആദ്യം എടുക്ക്. ചെമ്മീൻ കറി നല്ല മഴയും വരുന്നുണ്ട്. ആവി പറക്കുന്ന കറിയും ചൂട് ചോറും നല്ല മഴയും. പയറ് ദോശക്കാക്കിയാണ് കേട്ടോ. അപ്പൊ നമ്മ മുളക് പൊടി ചേർക്കൂല അല്ലെ ദോശക്ക്. പച്ചമുളക് കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് തേങ്ങ അരച്ച് ചേർക്കരി. ചെമ്മീൻ കറിയും പരിപ്പറിന്റെ ഇപ്പം കൂട്ടി ഇങ്ങനെ പെരത്തിന നല്ല രസമുണ്ട്. നല്ല ചൂട് ചോറ് വന്നു. ഞാൻ ഇപ്പം വെയിലത്തെ ചോറും ഒക്കെ ഇല്ലോ. വൈകുന്നേരത്തേക്കും നല്ല ചൂടുണ്ടാവുമല്ലോ ചോറ്. അപ്പം 2, 2:30, 3 മണി എല്ലാം നമ്മ ചോറ് കഴിക്കേ. പിന്നെ അമ്മ നമ്മളെ നാരങ്ങ അച്ചാറ് ആക്കിയതേ ഓർമ്മയില്ല. തീർന്ന വഴി അറിയില്ല. തീർന്നു കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒരു പിറ്റേന്ന് ഒരു കയ്പുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിട്ട്. കൊറേ ആള് പറഞ്ഞു ഇത് മാതള നാരങ്ങയല്ല കറി നാരങ്ങയാന്ന്, ഗണപതി നാരങ്ങ അറിയില്ല എന്ത് നാരങ്ങന്നല്ലേ. അല്ല നമ്മളെ വീടെല്ലാം മാതള നാരങ്ങ എന്നാ പറയല്. മാതളം എന്ന് പറഞ്ഞാല് അനാറില്ലേ നമ്മ ഫ്രൂട്ട് അത് മണിക്കുന്ന അതിനും പറയലുണ്ട് മാതളന്ന്. പക്ഷെ ഇങ്ങോട്ട് മാതള നാരങ്ങ എന്നാ പറയല് കണ്ണൂർ ഈ ഭാഗത്തേക്കെല്ലാം. അപ്പൊ കൊറേ പേര് കമന്റ് ഇട്ടിന്. ഓരോരോ സ്ഥലത്തും ഓരോരോ പേരല്ലേ പറയല്. പിന്നെ ഗണപതി നാരങ്ങ അങ്ങനെല്ലാം പറയല്. പിന്നെ വടുവപ്പുളി നാരങ്ങാന്ന് പറഞ്ഞിന്. പക്ഷെ വടുവപ്പുളി നാരങ്ങ അതല്ല ട്ടാ. ഇത് കയ്പ് രസമുള്ള നാരങ്ങയാണ്. കുറവാണ്. വടുവപ്പുളി നാരങ്ങ പറഞ്ഞാല് ഈ നമ്മളെ ചെറുനാരങ്ങനെ പോലെ വലുതാവും. ചെറുനാരങ്ങേന്റെ അതേപോലെ ഉള്ളില് നല്ലോണം അല്ലിയെല്ലാം ഇങ്ങനെ ഉണ്ടാവും. വലുതാവും. ഭയങ്കര പുളിയാന്ന് ഉണ്ടാവല് വടുവപ്പുളി നാരങ്ങ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറാക്കിയ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് ഒരു കയ്പ് രസം. ഇത് പൂജക്കും അങ്ങനെ എടുക്കുന്ന നാരങ്ങയാണ് ഇത്. ഇത് അച്ചാറാക്കില്ല എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇടാട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിറയെ നമ്മ അച്ചാറെല്ലാം എപ്പം ഉണ്ടാക്കലുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പൊ ഷോർട്സിൽ അതിന്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പൊ അതിലാന്നും കൂടുതൽ പേര് ഇതേപോലെ കമന്റ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ നമ്മളെ അച്ചാറ് തീർന്നു. ഒരു കഷ്ണേ ഉണ്ടായിട്ടു. അതെ, അതുകൊണ്ടാണ് ഒരു കഷ്ണത്തിന് ആർക്കോ കൊടുത്തിന്. ഒരു കഷ്ണം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട്. അപ്പോ നമ്മ ചോറ് കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലൂ. നമ്മള് ഉച്ചക്കത്തെ ഇങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാരും നമ്മളോട് കാണുമ്പോൾ പറയലുണ്ട്, അല്ലെങ്കിൽ വിളിച്ചാലും പറയുന്നുണ്ട്, നിങ്ങളെ നാടൻ റെസിപ്പീസ് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്, നമ്മ വീട്ടില് എപ്പൊ ഉണ്ടാക്കി നോക്കലുണ്ട് എന്നെല്ലാം. അപ്പൊ തീർച്ചയായിട്ടും ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളെ അഭിപ്രായം അറിയിക്കണം. ചെറുപയർ ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടിട്ട് വേഗം പോവും. അതെ, നല്ല കൊഴുപ്പും ഉണ്ടാവും വെള്ളത്തിലിട്ട് കഴിഞ്ഞാല്. പിന്നെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ. തീർച്ചയായിട്ടും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.